Network News is brought to you in association with Gallericals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyanur. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാം ആദ്യം പ്രധാന വാർത്തകൾ. ലോക തൊഴിലാളി ജനതയുടെ അവകാശങ്ങൾക്കും ക്ഷേമത്തിനും വേണ്ടി പോരാടിയവരുടെ ത്യാഗത്തിന്റെയും തൊഴിലവകാശങ്ങളുടെയും ഓർമ്മ പുതുക്കി നാടെങ്ങും ലോക തൊഴിലാളി ദിനം ആചരിച്ചു. മതവർഗീയത കൊണ്ട് അസ്ഥിരപ്പെട്ടു പോയ പാകിസ്ഥാൻ കാശ്മീർ ഭീകരാക്രമണത്തിലൂടെ ഹിന്ദു വർഗീയത ആളിക്കത്തിച്ച് ഇന്ത്യയെ ദുർബലപ്പെടുത്താനാണ് ശ്രമിക്കുന്നതെന്ന് ജോൺ ബ്രിട്ടാസ് MP. പാലക്കുന്ന് പാഠശാലയുടെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 4 ദിവസം പയ്യന്നൂർ നഗരത്തിലെ ഗതാഗത സംവിധാനം തകിടം മറിച്ചുകൊണ്ട് നടത്തുന്ന പഴയ ബസ് സ്റ്റാൻഡ് ടാറിംഗ് പ്രവൃത്തി അശാസ്ത്രീയവും അഴിമതി നിറഞ്ഞതുമാണെന്ന് ആരോപണം. നിലവാരമുള്ള തരത്തിൽ കോൺക്രീറ്റ് ചെയ്തോ മെക്കാഡം ടാറിംഗ് നടത്തിയോ നവീകരിക്കുന്നതിന് പകരം ബസ് സ്റ്റാൻഡിൽ ഇപ്പോൾ നടത്തുന്നത് നിലവാരമില്ലാത്ത പ്രവൃത്തിയാണെന്നും ആരോപണം. വാർത്തകൾ വിശദമായി. മെയ് 1 ലോക തൊഴിലാളി ദിനത്തിന്റെ ഭാഗമായി പയ്യന്നൂരിൽ മെയ് ദിന റാലി സംഘടിപ്പിച്ചു. പെരുമ്പയിൽ നിന്ന് ആരംഭിച്ച റാലി നഗരം ചുറ്റി ഗാന്ധി പാർക്കിൽ സമാപിച്ചു. നിരവധി പേർ പങ്കെടുത്തു. മെയ് ദിനാചരണത്തിന്റെ ഭാഗമായി ഇടതുപക്ഷ ട്രേഡ് യൂണിയനുകളും സർവീസ് സംഘടനകളും സംയുക്തമായി പയ്യന്നൂരിൽ മെയ് ദിന റാലി സംഘടിപ്പിച്ചു. പെരുമ്പ കേന്ദ്രീകരിച്ച് നടന്ന റാലിയിലും തുടർന്ന് ഗാന്ധി പാർക്കിൽ നടന്ന പൊതുയോഗത്തിലും നിരവധി പേരാണ് നിരന്നു. CITU സംസ്ഥാന കമ്മിറ്റി അംഗം MV ജയരാജൻ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. AITUC നേതാവ് NV ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. TI മധുസൂദനൻ MLA, PV കുഞ്ഞപ്പൻ, V നാരായണൻ, MP ദാമോദരൻ, അനീഷ് കുമാർ, KV ഭവാനി എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മനുഷ്യ അധ്വാന ശക്തിയെ നാനാവിധ ചൂഷണങ്ങൾക്കും വിധേയമാക്കുന്ന പുതിയ കാലത്ത് മെയ് 1 ഒരു ഓർമ്മ പുതുക്കലിന്റെ ദിനമായി മാറുകയാണ്. തൊഴിലാളികളുടെ അവകാശങ്ങൾ ശൂന്യതയിൽ നിന്നും ഉണ്ടായതല്ലെന്നതിന്റെ ഓർമ്മപ്പെടുത്തൽ. തൊഴിലിന്റെ മഹത്വവും തൊഴിലാളികളുടെ അവകാശവും ഓർമ്മപ്പെടുത്തി വീണ്ടും ഒരു മെയ് ദിനം. മുതലാളിവൽക്കരണത്തിന്റെ ചൂഷണങ്ങൾക്കിടയിലും ഏതൊരു രാജ്യത്തിന്റെയും സാമൂഹ്യ ശക്തിയായി തൊഴിലാളികൾ നിലകൊള്ളുന്നു എന്നത് ഈ ലോക തൊഴിലാളി ദിനത്തിൽ കരുത്തു പകരുന്ന പ്രതീക്ഷ കൂടിയാണ്. തൊഴിലാളികളുടെ അവകാശത്തിനായുള്ള പോരാട്ടത്തിൽ മാറ്റത്തിന്റെ അലയൊലികൾ തീർത്ത മെയ് 1 തൊഴിലാളികളുടെ ത്യാഗവും സഹനവും ക്ലേശവും നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. 1886 ചിക്കാഗോയിലെ മാർക്കറ്റിൽ രക്തം ചിന്തിയ തൊഴിലാളികളുടെ ധീരസ്മരണയ്ക്ക് മുന്നിലാണ് ഓരോ തൊഴിലാളി ദിനവും ആചരിക്കപ്പെടുന്നത്. കാലം ഇത്ര മുന്നോട്ട് കുതിച്ചെങ്കിലും ഇന്നും തൊഴിലാളികൾക്ക് പൂർണ്ണനീതി കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് തന്നെയാണ് ഉത്തരം. പല രാജ്യങ്ങളിലും തൊഴിൽ നിയമങ്ങൾ റദ്ദ് ചെയ്യുന്ന രീതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചുള്ള തൊഴിലിടങ്ങൾ കൂടിയെത്തുന്നു എന്ന പ്രതിസന്ധിയും തൊഴിലാളികൾക്ക് അതിജീവിക്കേണ്ട അവസ്ഥയാണ്. മെയ് ദിനം ആഘോഷങ്ങളുടെ മാത്രം ദിവസമല്ല, വരാൻ പോകുന്ന ശക്തമായ സമരങ്ങളിലേക്കുള്ള മുന്നൊരുക്കത്തിന് ഊർജം പകരുന്ന ദിനാചരണം കൂടിയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മതവർഗീയത കൊണ്ട് അസ്ഥിരപ്പെട്ടു പോയ പാകിസ്ഥാൻ കാശ്മീർ ഭീകരാക്രമണത്തിലൂടെ ഹിന്ദു വർഗീയത ആളിക്കത്തിച്ച് ഇന്ത്യയെ ദുർബലപ്പെടുത്താനാണ് ശ്രമിക്കുന്നതെന്ന് ജോൺ ബ്രിട്ടാസ് MP.
പാലക്കുന്ന് പാഠശാല ഗ്രന്ഥാലയത്തിന്റെ പുതിയ കെട്ടിടം വായനക്കാർക്കായി തുറന്നുകൊടുത്തു. ജോൺ ബ്രിട്ടാസ് MP കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മതവർഗീയത കൊണ്ട് അസ്ഥിരപ്പെട്ടുപോയ പാകിസ്ഥാൻ കാശ്മീർ ഭീകരാക്രമണത്തിലൂടെ ഹിന്ദുവർഗീയത ആളിക്കത്തിച്ച് ഇന്ത്യയെ ദുർബലപ്പെടുത്താനാണ് ശ്രമിക്കുന്നതെന്ന് ജോൺ ബ്രിട്ടാസ് MP അഭിപ്രായപ്പെട്ടു. ഒരു മതത്തെ പ്രധാന ചിഹ്നമായി തങ്ങളുടെ വേട്ടയാടലിന് തിരഞ്ഞെടുക്കാൻ തീവ്രവാദികളെ പ്രേരിപ്പിച്ച ഘടകം എന്തായിരിക്കും? ഒറ്റ കാരണമുണ്ട്. ഇന്നത്തെ പാകിസ്ഥാന്റെ അവസ്ഥയിലേക്ക് ഇന്ത്യയെ കൂടി പിടിച്ചു തള്ളുക. മതഭ്രാന്തിന് വർഗീയതയ്ക്ക് അടിപ്പെട്ട് തകർന്നുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാനെ പോലെ ഒരു ഹിന്ദു പാകിസ്ഥാനെ സൃഷ്ടിച്ച് ഇന്ത്യയുടെ സാഹോദര്യവും മതനിരപേക്ഷതയും തുരങ്കം വെക്കുക, തകർക്കുക. ചടങ്ങിൽ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി K. ശിവകുമാർ അധ്യക്ഷനായി. AV രമണി, V. ശ്രീവിദ്യ, വൈക്കത്ത് നാരായണൻ മാസ്റ്റർ, VV പ്രദീപൻ, കൊടക്കാട് നാരായണൻ, KP രമേശൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. 4 ദിവസം പയ്യന്നൂർ നഗരത്തിലെ ഗതാഗത സംവിധാനം തകിടം മറിച്ചുകൊണ്ട് നടത്തുന്ന പഴയ ബസ് സ്റ്റാൻഡ് ടാറിംഗ് പ്രവൃത്തി അശാസ്ത്രീയവും അഴിമതി നിറഞ്ഞതുമാണെന്ന് ആരോപണം. നിലവാരമുള്ള തരത്തിൽ കോൺക്രീറ്റ് ചെയ്തോ മെക്കാഡം ടാറിംഗ് നടത്തിയോ നവീകരിക്കുന്നതിന് പകരം ബസ് സ്റ്റാൻഡിൽ ഇപ്പോൾ നടത്തുന്നത് നിലവാരമല്ലാത്ത പ്രവൃത്തിയാണെന്നും ഇവർ ആരോപിക്കുന്നു. നഗരസഭ നടത്തുന്ന ഈ റോഡ് പണി തികച്ചും അശാസ്ത്രീയവും അഴിമതി നിറഞ്ഞതുമാണ് എന്ന് പറയേണ്ടി വരും. കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ചവിട്ടി നടക്കുമ്പോൾ തന്നെ ഈ ടാർ ചെയ്ത സ്ഥലം താഴുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ന് രാത്രി ഒരു മഴ പെയ്യാതിരിക്കാൻ മഴദേവന് പണം വെച്ച് പ്രാർത്ഥിക്കേണ്ട അവസ്ഥയാണ്. ഇന്ന് രാത്രിയായാലും മഴ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം കംപ്ലീറ്റ് പോകും. അപ്പോൾ ആ പൊടിയിട്ട സ്ഥലത്ത് ഇതൊന്നും മനസ്സിലാവില്ല. ആ പൊടി ഇടാത്ത സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ ഇത് മനസ്സിലാവും. പിന്നെ ഇത്രയും വലിയ ഒരു ബസ് സ്റ്റാൻഡ്, ഇത്രയും 100-150 ബസ്സുകൾ കയറി ഇറങ്ങുന്ന ബസ് സ്റ്റാൻഡിൽ ഇത്തരത്തിലെ ടാറിങ് മതിയാവില്ല. ചുരുങ്ങിയത് ഇതിനേക്കാൾ ചെറിയ ബസ് സ്റ്റാൻഡ് വരെ കോൺക്രീറ്റ് ചെയ്താണ് സംരക്ഷിക്കുന്നത്. ഇത് അതിൽ കോൺക്രീറ്റ് ഇല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഒരു മെക്കാഡം ടാറിങ്ങെങ്കിലും നടത്തിയാലേ ഈ റോഡ് ഈ ബസ് സ്റ്റാൻഡ് നിലനിൽക്കും. ഇത് സാധാരണ നമ്മളെ നാട്ടിൻപുറത്തിലെ ഇടവഴി റോഡാക്കുമ്പോൾ ചെയ്യുന്ന ടാറ് ചെയ്യുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത്. ഇത് ഒരു മഴ വന്നു കഴിഞ്ഞാൽ അടുത്ത മഴയ്ക്ക് മുമ്പേ തന്നെ ഈ ബസ് സ്റ്റാൻഡ് വീണ്ടും പഴയ പോലെ ആവാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഈ 4 ദിവസം ഒന്നും അടച്ചിട്ടിട്ട് ചെയ്യേണ്ട അവസ്ഥയില്ല. ഇതിനേക്കാൾ ഹൈവേ തന്നെ രാത്രി കാലങ്ങളിൽ പണിയെടുക്കുകയും പകലും അതിൻ്റെ മറ്റു കാര്യങ്ങളും ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അതൊന്നല്ല, ഇത് അടച്ചിട്ടു, ബസ് സ്റ്റാൻഡ് അടച്ചിട്ടു. ബസ് സ്റ്റാൻഡ് അടച്ചിട്ടിട്ട് നിയന്ത്രിക്കുന്ന ട്രാഫിക് സംവിധാനം തീർത്തും പരാജയമാണ്. അന്ന് പറഞ്ഞ് റൂറൽ ബാങ്കിൻ്റെ അപ്പുറം ആളിറക്കി പിന്നെ സ്റ്റേഡിയത്തിലോ മറ്റെവിടെയോ ബസ് പാർക്ക് ചെയ്ത് പോകേണ്ട സമയം വന്ന് ആളെ എടുക്കണം, ഇതൊക്കെയാണ് പറഞ്ഞത്. ഇപ്പം ബസ് പാർക്ക് ചെയ്യുന്നത് ഈ റോഡിൻ്റെ 2 സൈഡിലാണ്. ആ സൈഡിൽ വിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് കിഴക്കുന്ന് പടിഞ്ഞാറോട്ടേക്ക് വാഹനം വരാൻ പറ്റുന്നില്ല. അപ്പം തന്നെ ഫുള്ള് ബ്ലോക്ക് ആവുകയും. അതുകൂടാതെ സെൻറ്റ് മേരീസിൻ്റെ അടുക്കുന്ന ഇങ്ങോട്ട് വരുന്ന വലിയ 16 വീലിലെ കണ്ടെയ്നർ അടക്കം നമ്മളെ ഈ പടിഞ്ഞാറിന്ന് കിഴക്കോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നിയന്ത്രിക്കാതെ ട്രാഫിക് സംവിധാനത്തിന് 1-2 ഹോം ഗാർഡുകൾ മാത്രമേ ഈയിടെ ശ്രദ്ധിക്കുന്നുള്ളൂ. കേരള പോലീസ് അസോസിയേഷൻ കണ്ണൂർ റൂറൽ ജില്ലാ കൺവെൻഷന്റെ ഭാഗമായി ലഹരിക്കെതിരെ യുവതയ്ക്കൊപ്പം ലഹരി വിരുദ്ധ റാലിയും സാംസ്കാരിക സദസ്സും സംഘടിപ്പിച്ചു. ജില്ലാ പോലീസ് മേധാവി അനൂജ് പലിവാൾ IPS ഉദ്ഘാടനം ചെയ്തു. കേരള പോലീസ് അസോസിയേഷൻ കണ്ണൂർ റൂറൽ ജില്ലാ കൺവെൻഷന്റെ ഭാഗമായി ലഹരിക്കെതിരെ യുവതയ്ക്കൊപ്പം ലഹരി വിരുദ്ധ റാലിയും സാംസ്കാരിക സദസ്സും സംഘടിപ്പിച്ചു. ജില്ലാ പോലീസ് മേധാവി അനൂജ് പലിവാൾ IPS ഉദ്ഘാടനം ചെയ്തു. സിനിമാ താരം PP കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ മുഖ്യാതിഥിയായി. കേരള പോലീസ് അസോസിയേഷൻ കണ്ണൂർ റൂറൽ പ്രസിഡന്റ് ജയേഷ് PV അധ്യക്ഷനായി. കണ്ണൂർ അഡീഷണൽ SP MP വിനോദ്, പയ്യന്നൂർ DYSP K വിനോദ് കുമാർ, രമേശൻ വെള്ളോറ, ശ്രീധരൻ കൈതപ്പുറം, സുരേഷ് എതിർദിശ, വിജേഷ് VV തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ലോക തൊഴിലാളി ദിനാചരണ ഭാഗമായി തൃക്കരിപ്പൂർ ടൗണിൽ സംയുക്ത ട്രേഡ് യൂണിയൻ നേതൃത്വത്തിൽ മെയ് ദിനം ആചരിച്ചു. മോട്ടോർ തൊഴിലാളി യൂണിയൻ HMS സംസ്ഥാന സെക്രട്ടറി ബിജു ആന്റണി പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു.
വിവിധ തൊഴിലാളി സംഘടനകളുടെ ഐക്യവേദിയായ സംയുക്ത ട്രേഡ് യൂണിയൻ തൃക്കരിപ്പൂർ ഏരിയ നേതൃത്വത്തിൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പൊതുസമ്മേളനം മോട്ടോർ തൊഴിലാളി യൂണിയൻ HMS സംസ്ഥാന സെക്രട്ടറി ബിജു ആന്റണി ഉദ്ഘാടനം ചെയ്തു. രവീന്ദ്രൻ മാണിയാട്ട് അധ്യക്ഷത വഹിച്ചു. പി ജനാർദ്ദനൻ, PA റഹ്മാൻ, TV ഗോവിന്ദൻ, M ഗംഗാധരൻ, KV ജനാർദ്ദനൻ, VP രാജീവൻ, P രമണി, PV തമ്പാൻ എന്നിവർ സംസാരിച്ചു. ടൗൺ ചുറ്റി നടന്ന തൊഴിലാളി പ്രകടനത്തിന് MP സുകുമാരൻ, VV വിജയൻ, TV ജയചന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കളിക്കളങ്ങൾ സജീവമാക്കുക എന്ന ലക്ഷ്യത്തോടെ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന കിക്ക് ഡ്രഗ് ലഹരിവിരുദ്ധ സന്ദേശയാത്രയ്ക്ക് മെയ് 6-ന് കല്യാശ്ശേരി മണ്ഡലത്തിൽ സ്വീകരണം നൽകും. സംഘാടക സമിതി യോഗം M വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. ലഹരിക്കെതിരായ പോരാട്ടം ശക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. യുവാക്കളെ കായിക രംഗത്ത് കൂടുതൽ സജീവമാക്കുക, ലഹരി ഉപയോഗം തടയുക എന്നതാണ് ലക്ഷ്യം. M വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. ചെറുകുന്ന് ബോയ്സ് സ്കൂൾ ഗ്രൗണ്ട് അതിന് 1.5 കോടിയാണ്. അതും അതിന്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കാൻ പോകുന്നതേ ഉള്ളൂ. നമ്മുടെ പട്ടുവം പഞ്ചായത്തിൽ 1 കോടി രൂപ ഗ്രൗണ്ടിൽ വെച്ചിട്ടുണ്ട്. 7 പഞ്ചായത്തിൽ ഇപ്പോൾ ടെക്നിക്കൽ സ്കൂൾ ഗ്രൗണ്ട് നമുക്ക് 200 മീറ്റർ ട്രാക്ക് ഉൾപ്പെടെ വെച്ചുകൊണ്ടുള്ള ഒരു ഗ്രൗണ്ടാണ് നമ്മളിപ്പോൾ അവിടെ സജ്ജമാണ്. അതിനും ഫെൻസിംഗ് സംവിധാനമൊക്കെ ഉണ്ട്. ഈ പറഞ്ഞതിൽ എല്ലാ ഗ്രൗണ്ടിലും ഫെൻസിംഗ് സംവിധാനം വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ പാണപ്പുഴയിൽ, നമ്മുടെ പാണപ്പുഴ വില്ലേജിൽ നമ്മളവിടെ ഗ്രൗണ്ടിന് 1 കോടി രൂപ നമ്മൾ നൽകിയിട്ടുണ്ട്. അതിന് പുറമെ ഇരുന്നാവിൽ ഇപ്പോൾ 25 ലക്ഷം കൊടുത്ത ഗ്രൗണ്ടിന്റെ ഉദ്ഘാടനം 4-ാം തീയതി നടക്കുകയാണ്. ജില്ലാ പഞ്ചായത്ത് അംഗം CP ഷിജു അധ്യക്ഷത വഹിച്ചു. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP ഷാജിർ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ P ഗോവിന്ദൻ, A പ്രാർത്ഥന, K രതി, P ശ്രീമതി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം AV രവീന്ദ്രൻ, ചെറുകുന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PV സജീവൻ, MK രമേഷ് കുമാർ, മഷൂദ് മാട്ടൂൽ, PV വിനോദ്, KV ബൈജു, PV അബ്ദുള്ള, K രഞ്ജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. പേരൂൽ UP സ്കൂൾ ശതാബ്ദി ആഘോഷത്തിന്റെ ലോഗോ പ്രകാശനവും ആദ്യ സംഭാവന സ്വീകരിക്കലും നടന്നു. TA മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. പേരൂൽ UP സ്കൂൾ ശതാബ്ദി ആഘോഷത്തിന്റെ ലോഗോ പ്രകാശനവും ആദ്യ സംഭാവന സ്വീകരിക്കലും നടന്നു. TA മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. എല്ലാവരും ഈ ലോകത്തോട് വിട പറഞ്ഞു പോയിട്ടുള്ളവരാണ്. അങ്ങനെ പോയിട്ടുള്ളവരിലും വലിയ പ്രഗത്ഭവാദികളായിട്ടുള്ള അന്നത്തെ പരിമിതമായ സൗകര്യങ്ങളിൽ നിന്ന് പ്രാഗൽഭ്യം തെളിയിച്ചു വന്നിട്ടുള്ള ആളുകളുണ്ട്. നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു കാലം മുതലുള്ള ആളുകൾ. ലോഗോ പ്രകാശനവും താരീഫ് പ്രകാശനവും ശിശുക്ഷേമ സമിതി ദേശീയ എക്സിക്യൂട്ടീവ് അംഗം C സത്യപാലൻ നിർവഹിച്ചു. ഡോക്ടർ TV കുഞ്ഞിക്കണ്ണനിൽ നിന്നും MLA ആദ്യ ഫണ്ട് ഏറ്റുവാങ്ങി. ചടങ്ങിൽ വെച്ച് ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ മിസ്റ്റർ ഇന്ത്യയായി തെരഞ്ഞെടുക്കപ്പെട്ട NV മോഹൻദാസ്, ലോഗോ ഡിസൈൻ ചെയ്ത OK റിനേഷ് എന്നിവരെ അനുമോദിച്ചു. ചടങ്ങിൽ T തമ്പാൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് KP രമേശൻ, K രാഘവൻ, K വേലായുധൻ മാസ്റ്റർ, KV ഗോവിന്ദൻ, KK ഗംഗാധരൻ, TV നിഷ, KP ശൈലേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. സംയുക്ത ട്രേഡ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ പഴയങ്ങാടി ബസ് സ്റ്റാൻഡിൽ മെയ് ദിന റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. CITU ജില്ലാ വൈസ് പ്രസിഡന്റ് M സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സംയുക്ത ട്രേഡ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ പഴയങ്ങാടി ബസ് സ്റ്റാൻഡിൽ മെയ് ദിന റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. CITU ജില്ലാ വൈസ് പ്രസിഡന്റ് M സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. C മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. M വിജിൻ MLA, EP ബാലൻ, TV നാരായണൻ, K പത്മനാഭൻ, VK ബാബുരാജ്, IV ശിവരാമൻ, TV പത്മനാഭൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. മാടായി പഞ്ചായത്ത് സംഘടിപ്പിക്കുന്ന മാടായി മഹോത്സവത്തിന്റെ ഭാഗമായി മാടായി പാടുന്നു സംഗീത പരിപാടി ശ്രദ്ധേയമായി. സാംസ്കാരിക സമ്മേളനം കണ്ണൂർ മേയർ. മാടായിപ്പാറയിൽ നടന്നുവരുന്ന മാടായി മഹോത്സവം ഏറെ ശ്രദ്ധേയമാണ്. ആയിരങ്ങളാണ് മാടായിപ്പാറയിലെത്തുന്നത്. മാടായിലെ 20ഓളം കായികന്മാരെ അണിനിരത്തി പ്രശസ്ത ഗായിക ആഷിമ മനോജ് നയിച്ച സംഗീത പരിപാടി ഏറെ ശ്രദ്ധേയമായി. പരിപാടിയുടെ ഭാഗമായി നടന്ന സാംസ്കാരിക സമ്മേളനം കണ്ണൂർ മേയർ മുസ്ലിഹ് മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ടുണ്ടാകുന്ന ഗുണങ്ങൾ കേവലത്തിൽ കൂടിച്ചേർന്ന് ഒരു കാട്ടിക്കൊണ്ടവരുകൾ മറിച്ച് എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിക്കൊണ്ട് ഇവിടെയുള്ള മുഴുവൻ ജനങ്ങളെ മാടായിലെ പരിസരത്തുള്ള ജനങ്ങളെ കൂടി ഇവിടെ എത്തിച്ചുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് സയ്യിദ് കായിക്കാരൻ ഉപഹാരം വിതരണം ചെയ്തു. സ്ഥിരം സമിതി അധ്യക്ഷ റഷീദ ഒടിയിൽ അധ്യക്ഷത വഹിച്ചു. മാടായി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് VB കൃഷ്ണകുമാർ, SP ശ്രീധരൻ, പഞ്ചായത്ത് അംഗങ്ങളായ HS മുഹ്സീന, K ഷഹീദ, മോഹനൻ കക്കപ്പുറവൻ എന്നിവർ സംസാരിച്ചു. ആഷിമ മനോജ്, T പവിത്രൻ മാടായി, U പ്രസന്നകുമാർ, KP ഗോപാലൻ, പ്രകാശ് വാടിക്കൽ, പവിത്രൻ വെങ്ങര എന്നിവരെ ആദരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി.
ചുമട്ടുതൊഴിലാളി യൂണിയൻ CITU കരിവള്ളൂർ ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ യാത്രയപ്പും ഉപഹാര സമർപ്പണവും നടത്തി. കരിവള്ളൂർ AV സ്മാരക ഹാളിൽ നടന്ന പരിപാടി CITU കണ്ണൂർ ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. ചുമട്ടുതൊഴിലാളി യൂണിയൻ CITU കരിവള്ളൂർ ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ യാത്രയപ്പും ഉപഹാര സമർപ്പണവും നടത്തി. കരിവള്ളൂർ AV സ്മാരക ഹാളിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. 25 വർഷത്തെ സേവനത്തിന് ശേഷം കേരള ചുമട്ടുതൊഴിലാളി ക്ഷേമ ബോർഡ് കരിവള്ളൂർ ഐപ്പൂളിൽ നിന്നും വിരമിക്കുന്ന PV ചന്ദ്രനാണ് യാത്രയപ്പ് നൽകിയത്. ദേശീയ യോഗ ചാമ്പ്യൻഷിപ്പിൽ 2ാം സ്ഥാനം നേടിയ K ഭാസ്കരനെയും ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു. CITU കണ്ണൂർ ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നടത്തി. എനിക്ക് ഓർമ്മയുണ്ട്, ഈ തൊഴിൽ ചുമട്ടുതൊഴിലാളി ക്ഷേമനിധി നിയമം നടപ്പിലാക്കാൻ തീരുമാനിച്ചപ്പോൾ വ്യാപാര വ്യവസായ ഏകോപന സമിതി അവർ പറഞ്ഞു നടപ്പിലാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. കാരണം വ്യാപാരികളിൽ നിന്ന് ഒരു നിശ്ചിത ശതമാന സംഖ്യ ഈ ക്ഷേമനിധി ബോർഡിലേക്ക് കടക്കണം. ഒരു കാരണവശാലും അവർ സന്നദ്ധരായില്ല. ഉയർന്ന പല ഉദ്യോഗസ്ഥന്മാരും പറയുന്നല്ലോ ക്ഷേമനിധി ബോർഡിന്റെ ചെയർമാൻ വന്നു പറയുന്നത് ഈ നിയമം നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെടുന്നതിന് വേണ്ടിയിട്ട്. പക്ഷേ വ്യാപാര വ്യവസായ ഏകോപന സമിതി ഒരു തരത്തിലും നിയമം നടപ്പിലാക്കുന്നതിന് വേണ്ടി സന്നദ്ധരല്ല. അവർ വെച്ചിട്ടുള്ള ഡിമാൻഡ് ഞാൻ ചോദിക്കുകയാണ്, നിയമം നടപ്പിലാക്കാം, പക്ഷെ 10 വർഷക്കാലത്തേക്ക് കൂലി കൂടുതൽ ചോദിക്കാൻ പാടില്ല. അത് അനുവദിക്കാൻ പറ്റില്ല എന്നല്ലോ. കാരണം 8 വർഷത്തിനൊരിക്കൽ സ്വാഭാവികമായിട്ട് കൂലിയിൽ ചെറിയ മാറ്റം വരുത്തി പോകും. ചടങ്ങിൽ KM പ്രദീപ് അധ്യക്ഷനായി. M കരുണാകരൻ, P രമേശൻ, AK ഗിരീഷ്, P കുഞ്ഞികൃഷ്ണൻ, KV ദാമോദരൻ, TP അബ്ദുൽ ജലീൽ, VM നാരായണൻ നമ്പൂതിരി, TP സജീവൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് കരിവള്ളൂർ. ഉത്തര കേരളത്തിലെ പ്രമുഖമായ ചീമേനി വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിലെ കളിയാട്ട മഹോത്സവം മെയ് 4 മുതൽ 15 വരെ നടക്കും. 11 നാൾ നീളുന്ന കളിയാട്ടത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കളിയാട്ട മഹോത്സവത്തിൽ പങ്കെടുക്കുന്നതിനും പ്രാർത്ഥനകൾ സമർപ്പിക്കുന്നതിനുമായി വടക്കേ മലബാറിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും തെക്കൻ കർണാടകയിൽ നിന്നുമായി 2.5 ലക്ഷത്തിൽ പരം ഭക്തർ ദർശനത്തിനെത്തുന്ന അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ചീമേനി വിഷ്ണുമൂർത്തി ക്ഷേത്രം. ഇവിടെ എത്തുന്ന ഭക്തർക്ക് കളിയാട്ട ദിനങ്ങളിൽ ഉച്ചക്കും രാത്രിയിലുമായി 2 നേരം അന്നദാനവുമുണ്ട്. ക്ഷേത്ര പരിസരത്തുണ്ടാവുന്ന ജൈവ അജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കാൻ സ്വന്തമായി സൗകര്യമൊരുക്കിയ ക്ഷേത്രമെന്ന ഖ്യാതിയും ചീമേനിക്കുണ്ട്. നാട്ടുപര ദേവതയായ വിഷ്ണുമൂർത്തി, രക്തചാമുണ്ടേശ്വരി എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന തെയ്യക്കോലങ്ങൾ. മെയ് 4 രാത്രി 8 വിഷ്ണുമൂർത്തി തോറ്റവും 10 മണിക്ക് രക്തചാമുണ്ടേശ്വരിയുടെ തോറ്റവുമാണ് അരങ്ങിലെത്തുക. മെയ് 5 രാവിലെ 9 രക്തചാമുണ്ടേശ്വരിയും ഉച്ചക്ക് 1 മണിക്ക് വിഷ്ണുമൂർത്തിയും ഭക്തർക്ക് അനുഗ്രഹം ചൊരിയാനെത്തും. തുടർന്ന് മെയ് 14 വരെ എല്ലാ ദിവസവും രാത്രി മറ്റ് തെയ്യങ്ങൾ അരങ്ങിലെത്തും. മെയ് 15 സമാപന ദിവസം രാവിലെ 9 രക്തചാമുണ്ടേശ്വരിയും ഉച്ചക്ക് 1 മണിക്ക് വിഷ്ണുമൂർത്തിയും മഞ്ഞൾക്കുറി നൽകി അനുഗ്രഹമേകാനായി അരങ്ങിലെത്തും. ഉത്സവാഘോഷത്തിന് മുന്നോടിയായി മെയ് 3 ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും കലവറ നിറക്കൽ ഘോഷയാത്ര നടക്കും. വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് K ബാലകൃഷ്ണൻ, സെക്രട്ടറി KT ഗണേഷ് കുമാർ, M വിനോദ് കുമാർ, K സുരേന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. തങ്കയം മാടത്തിൻകീഴ് വൈരജാത ക്ഷേത്രം കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രം ഗോപുര സമർപ്പണവും തുലാഭാരത്തട്ട് സമർപ്പണവും നടന്നു. ക്ഷേത്രം തന്ത്രി കാളകാട്ടില്ലത്ത് മധുസൂദനൻ നമ്പൂതിരി സമർപ്പണ കർമ്മം നിർവഹിച്ചു. മെയ് 1 മുതൽ 7 വരെ നടക്കുന്ന തൃക്കരിപ്പൂർ തങ്കയം മാടത്തിൻകീഴ് വൈരജാത ക്ഷേത്രം കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രം ഗോപുരം സമർപ്പണവും തുലാഭാരത്തട്ട് സമർപ്പണവും നടന്നു. ക്ഷേത്രം വനിതാ കമ്മിറ്റിയാണ് ക്ഷേത്രത്തിലേക്ക് തുലാഭാരത്തട്ട് സമർപ്പിച്ചത്. തങ്കയം മുക്കിൽ നിന്നും വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ തുലാഭാരത്തട്ട് ക്ഷേത്രത്തിലേക്ക് എത്തിച്ചു. തുടർന്ന് ക്ഷേത്രം തന്ത്രി കാളകാട്ടിലെത്ത് മധുസൂദനൻ നമ്പൂതിരി സമർപ്പണ കർമ്മം നിർവഹിച്ചു. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കരിവള്ളൂർ ശ്രീ മഹാശിവക്ഷേത്രം ശ്രീകോവിൽ മേൽക്കൂര പുനരുദ്ധാരണവും ബ്രഹ്മകലശ മഹോത്സവവും മെയ് 2 മുതൽ 12 വരെ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു.
കരിവള്ളൂർ ശ്രീ മഹാശിവക്ഷേത്രം ശ്രീകോവിൽ മേൽക്കൂര പുനരുദ്ധാരണവും ബ്രഹ്മകലശ മഹോത്സവവും മെയ് 2 മുതൽ 12 വരെ നടക്കുമെന്ന് സംഘാടകർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. മെയ് 2 വൈകുന്നേരം 6 മണിക്ക് രാജ്മോഹൻ ഉണ്ണിത്താൻ MP കലാ സാംസ്കാരിക പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും. TA മധുസൂദനൻ MLA അധ്യക്ഷനാകും. P ഗോവിന്ദൻ, AV ലേജു, K സുരേന്ദ്രൻ, KP പ്രദീപ് കുമാർ, K ജയരാജ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കും. തുടർന്ന് വിവിധ ദിവസങ്ങളിൽ കലാ സാംസ്കാരിക ആധ്യാത്മിക പരിപാടികൾ നടക്കും. കലശ മഹോത്സവ ദിനങ്ങളിൽ എടുത്തുപിടിച്ചുള്ള ഘോഷയാത്ര നിശ്ചയിക്കപ്പെടുന്ന ദിവസങ്ങളിൽ നടക്കും. 9, 12 ദിവസങ്ങളിൽ അന്നദാനം ഉണ്ടായിരിക്കും. ഭക്തജനങ്ങൾക്ക് 11 ദിവസങ്ങളിലും ദർശനം നടത്താവുന്നതാണ്. K ഗോപാലകൃഷ്ണൻ, കരിമ്പിൽ ഗോവിന്ദൻ നമ്പി, EK നമ്പ്യാർ, P ഗോവിന്ദൻ, PV സുകുമാരൻ, KV കുഞ്ഞിരാമൻ മാസ്റ്റർ, M ജനാർദ്ദനൻ നായർ തുടങ്ങിയവർ മാധ്യമ സമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ഹിമാചൽ പ്രദേശിൽ വെച്ച് നടന്ന നാഷണൽ യോഗ ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടിയ അഡ്വക്കേറ്റ് C നാരായണൻ നായരെ ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് പയ്യന്നൂർ യൂണിറ്റ് കമ്മിറ്റി അനുമോദിച്ചു. ചടങ്ങ് സീനിയർ അഭിഭാഷകൻ MM ആൻഡോ ഉദ്ഘാടനം ചെയ്തു. ഹിമാചൽ പ്രദേശിൽ വെച്ച് നടന്ന നാഷണൽ യോഗ ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡലും മാസ്റ്റേഴ്സ് അത്ലറ്റിക് മീറ്റിൽ വെള്ളി മെഡലും നേടിയ സീനിയർ അഭിഭാഷകനായ അഡ്വക്കേറ്റ് C നാരായണൻ നായരെ ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് പയ്യന്നൂർ യൂണിറ്റ് കമ്മിറ്റി അനുമോദിച്ചു. ചടങ്ങ് സീനിയർ അഭിഭാഷകൻ MM ആൻഡോ ഉദ്ഘാടനം ചെയ്തു. 6 കൊല്ലം മുൻപാണ് പ്രാക്ടീസ് തുടങ്ങിയത്. ഞങ്ങൾ രണ്ടുപേരും 2 സ്ഥലങ്ങളിലാണ് പ്രാക്ടീസ് തുടങ്ങിയിരുന്നത്. എന്നാൽ 41, 83, 84 വർഷത്തിൽ ഞാനും അദ്ദേഹവും ഈ നാട്ടിലേക്ക് വന്നതാണ്. അന്ന് ഇവിടെ 11, 12 അഭിഭാഷകരാണുള്ളത്. അങ്ങനെ സജീവമായ പ്രാക്ടീസിൽ ഞങ്ങൾ രണ്ടുപേരും നിൽക്കുന്ന സമയത്തും അദ്ദേഹത്തിൻ്റെ കയ്യിൽ അഭിഭാഷകർക്കില്ലാത്ത പല അഭ്യാസങ്ങളും ഉണ്ടായിരുന്നു. നൌഷാദ് വാഴവളപ്പിൽ അധ്യക്ഷനായി. യൂണിറ്റ് കമ്മിറ്റിയുടെ ഉപഹാരം അഡ്വക്കേറ്റ് KV രാധാകൃഷ്ണൻ കൈമാറി. DK ഗോപിനാഥ്, VK രവീന്ദ്രൻ, സുമേഷ് തോമസ്, രഞ്ജന S എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കരിവള്ളൂർ ശ്രീ വാണിയില്ലം സോമേശ്വരി ക്ഷേത്രം മൂവാണ്ട് കളിയാട്ടം മെയ് 3 മുതൽ 7 വരെ തീയതികളിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ അറിയിച്ചു. കരിവള്ളൂർ ശ്രീ വാണിയില്ലം സോമേശ്വരി ക്ഷേത്രം മൂവാണ്ട് കളിയാട്ടം 2025 മെയ് 3 മുതൽ 7 വരെ തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ആഘോഷങ്ങളുടെ ഭാഗമായി മെയ് 3 ശനിയാഴ്ച പാലക്കുന്ന് വനിതാ സംഘത്തിന്റെ ഭജന, തുടർന്ന് സാംസ്കാരിക സായാഹ്നത്തിൽ പ്രമുഖ സാഹിത്യകാരൻ മാധവൻ പുറച്ചേരി പ്രഭാഷണം നടത്തും. ചടങ്ങിൽ വെച്ച് കക്കാട് രാമചന്ദ്രൻ പണിക്കർ രചിച്ച, പ്രമോദ് ആണൂർ ആലപിച്ച ശ്രീ സോമേശ്വരി അമ്മ ഭക്തിഗാന ഓഡിയോ CD പ്രകാശനം ചെയ്യും. ചടങ്ങിൽ വെച്ച് പ്രമോദ് ആണൂരിനെ ആദരിക്കും. രാത്രി 8 മണിക്ക് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ ഫെയിം റോക്ക് സ്റ്റാർ കൗശിക് നയിക്കുന്ന ഗാനമേള. കളിയാട്ടത്തിന്റെ 1-ാം ദിവസം രാവിലെ 9 മണിക്ക് കലവറ നിറയ്ക്കൽ ഘോഷയാത്ര, വൈകുന്നേരം 5 മണിക്ക് കളിയാട്ടാരംഭം. കരിഞ്ചാമുണ്ടി, കന്നിക്കൂർ മകൻ, രക്തചാമുണ്ടി, അങ്കക്കുളങ്ങര ഭഗവതി തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തും. മെയ് 4, 5 തീയതികളിൽ രാത്രി 9 മണിക്ക് പ്രാദേശിക വനിതാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വിവിധ നൃത്ത പരിപാടികൾ നടക്കും. മെയ് 6 രാത്രി തിരുമുൽ കാഴ്ച. സമാപന ദിവസമായ മെയ് 7 ബുധനാഴ്ച ഉച്ചയ്ക്ക് 12 മണി മുതൽ അന്നദാനം. വാർത്താ സമ്മേളനത്തിൽ TV രാഘവൻ മാസ്റ്റർ, KP മുരളി, C സുനിൽ എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കണ്ണപുരം സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും വിരമിക്കുന്ന P പവിത്രന് യാത്രയയപ്പ് നൽകി. ചടങ്ങ് M വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. 23 വർഷത്തെ സേവനത്തിന് ശേഷം കണ്ണപുരം സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും വിരമിക്കുന്ന T പവിത്രന് യാത്രയയപ്പ് നൽകി. കണ്ണപുരം ചൈനാക്ലർ റോഡ് ബാങ്ക് മിനി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് M വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. അതിനുശേഷം 2002 നൈറ്റ് ബാറ്റ്സ്മാൻ ആകുന്നു. തുടർന്നുള്ള പ്രൊമോഷൻ പ്യൂൺ പോസ്റ്റിലേക്ക്, പിന്നീട് അറ്റൻഡർ പോസ്റ്റിലേക്ക്. അങ്ങനെ തൻ്റെ ജീവിതത്തിലെ നീണ്ട 37 വർഷങ്ങൾ, 23 വർഷം ബാങ്കിനകത്തും 14 വർഷം ബാങ്കിന് വേണ്ടി ജനങ്ങൾക്കിടയിലും പ്രവർത്തിച്ച് തൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് പൃഥ്വിരാജൻ വിരമിക്കുക. ബാങ്ക് പ്രസിഡന്റ് TK ദിവാകരൻ അധ്യക്ഷനായി. ബാങ്ക് സെക്രട്ടറി K ശിവദാസൻ, M ശ്യാമള, TB ലക്ഷ്മണൻ, M ബാലകൃഷ്ണൻ, K ചന്ദ്രൻ, T പവിത്രൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. നാട്ടിൽ നിന്നൊരു കലക്ടർ എന്ന ലക്ഷ്യവുമായി തൃക്കരിപ്പൂർ കേന്ദ്രമായി കഴിഞ്ഞ 3 വർഷമായി പ്രവർത്തിച്ചുവരുന്ന KM മാണി സ്മാരക കാരുണ്യ IAS അക്കാദമിക്ക് കീഴിൽ സൗജന്യമായി പരിശീലനം നടത്തിവരുന്ന വിദ്യാർത്ഥികൾക്ക് മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് പരീക്ഷയിൽ മികച്ച നേട്ടം. പരീക്ഷ എഴുതിയ 35 പേരും NMMS പരീക്ഷയിൽ യോഗ്യരായി.
MP ജോസഫ് ജ്ഞാനകേന്ദ്രയുടെ നിയന്ത്രണത്തിൽ 3 വർഷമായി പ്രവർത്തിച്ചു വരുന്ന കാരുണ്യ സൗജന്യ IAS അക്കാദമിയിലെ 7 വിദ്യാർത്ഥികൾ 48,000 രൂപ വീതം ലഭിക്കുന്ന സ്കോളർഷിപ്പ് നേടിയപ്പോൾ പരീക്ഷ എഴുതിയ 35 വിദ്യാർത്ഥികളും യോഗ്യത നേടിയതായി സംസ്ഥാന മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി MP ജോസഫ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അക്കാദമിയിലെ 8ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കായി മെയ് 3 ശനിയാഴ്ച കോഴിക്കോട്ടും പരിസര പ്രദേശങ്ങളുമായി പഠനയാത്ര സംഘടിപ്പിക്കും. 50 വിദ്യാർത്ഥികളും 10 രക്ഷിതാക്കളുമാണ് പഠനയാത്രയിൽ പങ്കെടുക്കുന്നത്. സൗജന്യ IAS ബേസിക് കോഴ്സിന്റെ 3ാമത് ബാച്ചിലേക്കുള്ള വിദ്യാർത്ഥികളെ കണ്ടെത്താനുള്ള പരീക്ഷ മെയ് അവസാന വാരം നടത്താൻ ഒരുക്കം നടക്കുന്നതായും ഭാരവാഹികൾ അറിയിച്ചു. ഓഗസ്റ്റിൽ പുതിയ ബാച്ചിന്റെ പരിശീലനം തുടങ്ങും. വാർത്താ സമ്മേളനത്തിൽ MP ജോസഫ് IAS ഫേസ് ക്യാമ്പ് ഡയറക്ടർ E മുഹമ്മദ് തസ്നീം, KV രാഘവൻ മാസ്റ്റർ, K ശ്രീധരൻ മാസ്റ്റർ, ബഷീർ അഡാട്ട്, B ഷൈമ എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. കുണ്ടയംകോവിൽ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ ഹിന്ദി പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു. ഹിന്ദി അധ്യാപകനായ രവി M ആണ് ക്യാമ്പ് നയിച്ചത്. കുണ്ടയംകോവിൽ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ ഹിന്ദി പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു. വായനശാല ഓഡിറ്റോറിയത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഹിന്ദി അധ്യാപകനായ M രവിയാണ് ക്യാമ്പ് നയിച്ചത്. 3 ദിവസങ്ങളിലായി നീണ്ടുനിന്നതായിരുന്നു പരിശീലനം. ലളിതമായ കളികളിലൂടെയുള്ള പഠനം വേറിട്ടതായി. കുട്ടികൾക്ക് ഹിന്ദിയെ എളുപ്പത്തിൽ മനസ്സിലാക്കുവാനും സാധിച്ചു. UP ഹൈസ്കൂൾ തലത്തിൽപ്പെട്ടവർക്കായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. 40ഓളം പേർ ക്യാമ്പിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് കരിവള്ളൂർ. കണ്ടോത്ത് ഇലിഞ്ഞിത്തറ ഫ്രണ്ട്സിന്റെ നേതൃത്വത്തിൽ നടന്ന 2ാമത് ഉത്തരമേഖലാ വോളിബോൾ മത്സരത്തിന് മെയ് 2 തുടക്കമാകും. മുന്നോടിയായി കണ്ടോത്ത് കൂർമ്പ ക്ഷേത്ര പരിസരത്ത് ബൈക്ക് റാലി സംഘടിപ്പിച്ചു. നിരവധി പേർ പങ്കെടുത്തു. കുന്നരു സോക്കർ ക്ലബ് സംഘടിപ്പിക്കുന്ന 1ാമത് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സോക്കർ സൂപ്പർ കപ്പ് 2025 സോക്കർ മൈതാനിയിലെ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ പുരോഗമിക്കുന്നു. ബുധനാഴ്ച നടന്ന സെമിഫൈനൽ മത്സരത്തിൽ 3-1 കോരൻ പീടിക മലബാർ ബസ് ക്ലബ് പയ്യന്നൂരിനെ തോൽപ്പിച്ചു ഫൈനലിലെത്തി. മുൻ മിസ്റ്റർ കണ്ണൂർ സിദ്ധാർത്ഥൻ, ഇന്ത്യൻ ആർമിയിലെ മിഥുൻ PP എന്നിവർ വിശിഷ്ടാതിഥികളായി കളിക്കാരെ പരിചയപ്പെട്ടു. KSC ദുബായ് യൂണിറ്റ് അംഗം വെള്ളാച്ചേരി ലക്ഷ്മണൻ, സോക്കർ സ്പോർട്ട് കമ്മിറ്റി അംഗങ്ങളായ സ്വരാഗ് KV, അശ്വിൻ M എന്നിവർ വിശിഷ്ടാതിഥികളെ അനുഗമിച്ചു. ഹീറോ ഓഫ് ദി മാച്ചിനുള്ള പുരസ്കാരം മലബാർ ബസ് ക്ലബിന്റെ ഗോൾ കീപ്പർ മച്ചൂക്കിനെ സോക്കർ സ്പോർട്സ് കമ്മിറ്റി അംഗം അഭിലാഷ് പാറയിൽ സമ്മാനിച്ചു. വെള്ളിയാഴ്ച നടക്കുന്ന 2ാം സെമിഫൈനലിൽ മുസാഫിർ FC രാമന്തലി ബിസ്മില്ല എട്ടിക്കുളത്തെ നേരിടും. മെയ് 4 ഫൈനൽ. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലോക തൊഴിലാളി ജനതയുടെ അവകാശങ്ങൾക്കും ക്ഷേമത്തിനും വേണ്ടി പോരാടിയവരുടെ ത്യാഗത്തിന്റെയും തൊഴിലവകാശങ്ങളുടെയും ഓർമ്മ പുതുക്കി നാടെങ്ങും ലോക തൊഴിലാളി ദിനം ആചരിച്ചു. മതവർഗീയത കൊണ്ട് അസ്ഥിരപ്പെട്ടുപോയ പാകിസ്ഥാൻ കാശ്മീർ ഭീകരാക്രമണത്തിലൂടെ ഹിന്ദു വർഗീയത ആളിക്കത്തിച്ച് ഇന്ത്യയെ ദുർബലപ്പെടുത്താനാണ് ശ്രമിക്കുന്നതെന്ന് ജോൺ ബ്രിട്ടാസ് MP. പാലക്കുന്ന് പാഠശാലയുടെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 4 ദിവസം പയ്യന്നൂർ നഗരത്തിലെ ഗതാഗത സംവിധാനം തകിടം മറിച്ചുകൊണ്ട് നടത്തുന്ന പഴയ ബസ് സ്റ്റാൻഡ് ടാറിംഗ് പ്രവൃത്തി അശാസ്ത്രീയവും അഴിമതി നിറഞ്ഞതുമാണെന്ന് ആരോപണം. നിലവാരമുള്ള തരത്തിൽ കോൺക്രീറ്റ് ചെയ്തോ മെക്കാഡം ടാറിംഗ് നടത്തിയോ നവീകരിക്കുന്നതിന് പകരം ബസ് സ്റ്റാൻഡിൽ ഇപ്പോൾ നടത്തുന്നത് നിലവാരമില്ലാത്ത പ്രവൃത്തിയാണെന്നും ആരോപണം. നെറ്റ്വർക്ക് ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.